സങ്കീർത്തനങ്ങൾ 34:5 അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. അവങ്കലേക്ക് നോക്കി, അപ്പൊ നോക്കിയത് അവങ്കലേക്കാണെങ്കിൽ അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നല്ല, അവങ്കലേക്ക് നോക്കിയവർ. അവങ്കലേക്ക് ആര് നോക്കിയാലും അവർ എന്തായി? അവർ പ്രകാശിതരായി, അവരുടെ മുഖം പിന്നെ ലജ്ജിച്ചു പോയതുമില്ല. മനുഷ്യരെപ്പോഴും മനുഷ്യരിലേക്ക് നോക്കും, അനേക ആളുകളുടെ മുഖത്തേക്ക് നോക്കും, മറ്റു പലരുടെ സഹായം നോക്കും. പക്ഷെ പലപ്പോഴും ദൈവമക്കൾ ദൈവത്തിന്റെ സഹായം ചോദിക്കുന്നത് കുറവാണ്, ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത് കുറവാണ്. ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വാഗ്ദത്തമാണ്, അവരുടെ മുഖം എന്തായിരിക്കും? പ്രകാശിതരാകും. അവരുടെ മുഖം പിന്നെ വാടിപ്പോകത്തില്ല, അവരുടെ മുഖം പിന്നെ തളർന്നു പോകത്തില്ല, അവരുടെ മുഖം പിന്നെ ക്ഷീണിച്ചു പോകത്തില്ല, അവരുടെ മുഖം പിന്നെ നാണിച്ചു പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. അവരുടെ മുഖം എന്തായിത്തീരും? അവരുടെ മുഖം പ്രകാശിക്കുക തന്നെ ചെയ്യും. ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് നിൽക്കുന്നത്, നിങ്ങൾ മറ്റു പലരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അത് വിട്ടിട്ട് കർത്താവിലേക്ക് നോക്ക്. നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു വിഷയം വരുമ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്കതിന് പരിഹാരം ചെയ്യാൻ കഴിയുമോ? നമ്മുടെ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളുണ്ടോ? നമുക്കതിനുള്ള ആരോഗ്യമുണ്ടോ എന്നൊക്കെ നമ്മളിലേക്ക് തന്നെ നോക്കും. കർത്താവ് വിളിച്ചു ഗിദിയോനോട് പറഞ്ഞു, ഗിദിയോനെ, നിന്നെ ഞാൻ വിളിച്ചു വേർതിരിക്കുക, നിന്നെ പുതിയൊരു ദൗത്യം ഏൽപ്പിക്കാമോ? അപ്പൊ ഗിദിയോൻ പെട്ടെന്ന് ഗിദിയോനിലേക്കാണ് നോക്കി. അവൻ പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് ഇതിന് കഴിയത്തില്ല, എന്റെ കുലം ഇതിന് ചെറിയ കുലമാണ്, എനിക്ക് അവനിലേക്ക് നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവനെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്ന് മനസ്സിലായി. നമ്മളിലേക്കല്ല നോക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കണം. അപ്പം ഒരു വ്യക്തി ഒരു വിഷയം വരുമ്പോൾ ആദ്യം നോക്കുന്ന അവനിലേക്കാണ് നോക്കുന്നത്. അവനിലേക്ക് നോക്കിയാൽ ലജ്ജിച്ചു പോകും. അവനിലേക്ക് നോക്കിയാൽ, ആരിലേക്ക്? വ്യക്തിയിലേക്ക് തന്നെ നോക്കിയാൽ, നമ്മുടെ കഴിവിലേക്കോ നമ്മുടെ ബാങ്കിലേക്കോ നമ്മുടെ ആരോഗ്യത്തിലേക്കോ നമ്മുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസുകളിലേക്കൊക്കെ നോക്കിയാൽ നമ്മൾ ലജ്ജിച്ചു പോകും, നമ്മുടെ മുഖം പ്രകാശിക്കത്തില്ല. രണ്ടാമത് നോക്കുന്നത് ചുറ്റുപാടുകളിലേക്കാണ് നോക്കുന്നത്. ചുറ്റുപാടുകളിലേക്ക് നോക്കരുത്. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാലും നമ്മൾ തളർന്നു പോകും. ആമേൻ. നമ്മളെപ്പോഴും ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് എന്താ ചുറ്റുപാട് എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്, ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമോ, മനുഷ്യൻ എന്നെ സഹായിക്കാൻ കഴിയുമോ, ഏതെങ്കിലും സംഘടനകൾ എന്നെ സഹായിക്കുമോ എന്ന് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കും. ചുറ്റുപാടുകളിലേക്ക് നോക്കരുത്. നമുക്കറിയാം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ഇറങ്ങിയപ്പോൾ വെള്ളം പാറയായി മാറി. പത്രോസ് സുഖമായിട്ട് നടന്നു വരിക. അപ്പോഴാ പെട്ടെന്ന് പത്രോസ് എന്ത് ചെയ്ത്? ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കി. ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ പത്രോസിന് വിശ്വാസം നഷ്ടപ്പെട്ടു. എന്ത് പറ്റി? പത്രോസ് നാണം കെട്ടുപോയില്ലേ? വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ? അതുപോലെ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കരുത്. നമ്മൾ ആരിലേക്ക് മാത്രം നോക്കണം? നമ്മളെ വിളിച്ച കർത്താവിലേക്ക് നോക്കണം. നമ്മുടെ അകത്തോട്ട് നോക്കല്ലേ, നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കരുത്, നമ്മൾ പരാജയപ്പെട്ടു പോകും. പിന്നെ ആരിലേക്ക് നോക്കണം? നമ്മൾ കർത്താവിലേക്ക് നോക്കണം. സ്തോത്രം. അവങ്കിലേക്ക് നോക്കണം. ഏത് വിഷയം വന്നാലും അവങ്കിലേക്ക് നോക്കണം. നോക്കേണ്ട പോലെ നോക്കി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാൽ ഒരിക്കലും നിന്റെ മുഖം ലജ്ജിച്ചു പോകാൻ, വാടിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.